ഉച്ചതൊട്ടേ എന്തായാലും മഴയ്ക്കൊരു ശമനം വന്നിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിൽ കുക്കുതേ അമ്മയെയും കുട്ടി മുറ്റത്തേക്ക് അങ്ങ് ചാടി. മഴയാണെങ്കിൽ അവൻ്റെ പരിപാടികളൊന്നും നടക്കില്ലല്ലോ. ആ നേരം കൊണ്ട് അമ്മുമ്മതേ വിളക്കൊക്കെ ഒരുക്കുന്നുണ്ട്. സന്ധ്യയായിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അമ്മുമ്മ തന്നെയാണ് എന്നും വിളക്കൊരുക്കുന്നതും കത്തിക്കുന്നതും. അമ്മുമ്മമാരുള്ള എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോഴേക്കും ജൂലി ഹാജരായിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ചായ ഇടാൻ കുറച്ചൊന്ന് ലേറ്റായി. ജൂലി വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അവളുടെ പങ്ക് കൊടുക്കണ്ടേ. പിന്നെ പെട്ടെന്ന് ചായയൊക്കെ ഇട്ട് ജൂലിയുടെ പങ്കും കൊടുത്ത് ഞങ്ങളും ചായ കുടിച്ചു. അപ്പോഴേക്കും കുക്കുവിന് ട്യൂഷന് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. കുക്കുവിനെയും കൂട്ടി ട്യൂഷന് പോയി. കാവലിനതേ ഞങ്ങളുടെ ജൂലിയുമുണ്ട്. ഇതിനെയാണ് കൊടുക്കുന്നെങ്കിൽ പട്ടിക്ക് കൊടുക്കണമെന്ന് പറയുന്നതല്ലേ. ഇതെന്നും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ കൂടെ അങ്ങ് വരും. പിന്നെ കുക്കുവിനെയും ട്യൂഷനാക്കിയിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മയും അമ്മുമ്മയും ഫോണും നോക്കിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് സീരിയലൊന്നും കാണാൻ പറ്റാത്ത വിഷമമാണ് ഫോൺ നോക്കി അങ്ങ് തീർക്കുന്നത്. എന്നെക്കാളും പ്രായമുള്ള ടി വിയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു 3-4 തവണ മാത്രം ഞങ്ങൾക്ക് പണി തന്നിരുന്ന ടി വി ഇപ്പോൾ എന്തായാലും കാര്യമായിട്ടൊരു പണി അങ്ങ് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ചപ്പാത്തി പരിപാടിക്കായിട്ട് അങ്ങ് പോയി. രാത്രി ചപ്പാത്തിയും മുട്ടക്കറിയുമാണെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് ചപ്പാത്തിയുടെ മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി പരത്തലും മുട്ടക്കറി വയ്ക്കലും ചപ്പാത്തി ചുടലുമായിട്ടൊക്കെ അങ്ങ് തിന്നു. അപ്പോഴേക്കും അമ്മ പോയി കുക്കുവിനെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ നല്ല മഴയങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നതേ നമ്മുടെ മുട്ടയെല്ലാം തോട് പൊളിച്ച് കറിയിലേക്ക് അങ്ങിട്ടു ചപ്പാത്തിയും ചുട്ടെടുത്ത് എല്ലാവരും കൂടിയിരുന്നങ്ങ് കഴിച്ചു. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലെ പരിപാടിയല്ലേ മെയിൻ. ഞങ്ങളുടെ ക്ലീനിങ് സെക്ഷനും കഴിഞ്ഞ് എല്ലാവരും പോയി കിടന്നങ്ങ് ഉറക്കമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.